ഹുവാവെ നോവ ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ നോവ ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 6.94 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫിൽ 2.14 ഇഞ്ചിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. OLED പാനൽ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ക്യാമറയുടെ വ്യൂ ഫൈൻഡറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 195 ഗ്രാമാണ്. ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 6.88 mm ആണ്. പിന്നെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 15.12 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിരിൻ്റെ 8000 എന്ന പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഹുവാവേക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറൊക്കെ യൂസ് ചെയ്യുന്നതിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടെ തന്നെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് സപ്പോർട്ട് വരുന്നില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ 1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് RYYB സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ചാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 5288 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 62,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം ഹുവാവേയുടെ ഡിവൈസുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്താൽ അത്ര കൂടുതൽ ഡിവൈസുകൾ വിറ്റ് പോകണം എന്നില്ല. എന്തായാലും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്തായാലും ഹുവാവെ നോവ ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസിങ് അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.